പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. വാൽമീകി രാമായണം ഗദ്യം. രാമന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാമായണ തത്വവിചാരം. ഭരതൻ സൈനികരെയും കൂട്ടിയിട്ട് കോസലദേശത്തിന്റെ സർവ്വ സൈന്യവുമായിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. എന്തിനാണ് സൈന്യത്തെ കൂട്ടുന്നത്? രാജകീയമായ രീതിയിൽ തൻ്റെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു. ഈ സമയത്ത് രാമനും ലക്ഷ്മണനും സീതയും കാട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കുതിരകളും മുന്നിലൊരു രഥത്തിൽ ഭരതനെയും കാണുന്നത്. ലക്ഷ്മണൻ വിളിച്ചു പറയുകയാണ്, ജ്യേഷ്ഠാ, ഭരതൻ വരുന്നു, നമ്മളോട് യുദ്ധം ചെയ്യുവാനോ മറ്റോ ആണോ? മരത്തിന് മുകളിലേക്ക് തൻ്റെ ലക്ഷ്മണൻ കയറിപ്പോകുന്നത് ഒരു വേദനയോടുകൂടി നോക്കി നിൽക്കുകയാണ് രാമൻ. ഒരു കുരങ്ങിനെ പോലെ കയറുകയാണ് തൻ്റെ അനുജൻ, അയോധ്യയിലെ രാജകുമാരൻ. എത്ര പെട്ടെന്നാണ് ഈ ജീവിത സാഹചര്യവുമായിട്ട് അവൻ പൊരുത്തപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പോയിന്റ്. ജീവിതത്തിൽ എപ്പോഴും സുഖമുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളും വ്യത്യസ്തമാവാം. പട്ടുമെത്തയിൽ കിടന്നവന് നാളെ ഒരു ബസ് സ്റ്റാൻഡിൽ കിടക്കേണ്ടി വന്നേക്കാം. ഈ സമയത്ത് അതിനോട് എനിക്ക് പ്രതികരിക്കുവാനോ അതിനോട് പൊരുത്തപ്പെടുവാനോ കഴിയുന്നില്ല. നമ്മുടെ കേരളത്തിൽ 2018-ലും 2019-ലും വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നു. അവിടെ 100 പേർക്ക് ഒരു ശൗചാലയം, ഒരു യൂറിൻ ഷെഡ്, അങ്ങനെയൊക്കെയാണ്. അവിടെ പൊരുത്തപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മൾ എന്തു ചെയ്യും? വലിയൊരു വെള്ളപ്പൊക്കം വന്നു, വലിയൊരു ഭൂമികുലുക്കം വന്നു, ഒരു സുനാമി വന്നു, നമ്മുടെ വീടും സർവ്വമംഗളവും നശിച്ചുപോയി എങ്കിൽ, നമുക്ക് പറ്റിയ ബന്ധുജനങ്ങളില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ താമസിപ്പിക്കുന്നില്ല എങ്കിൽ, നമുക്കൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് അവിടെ ജീവിക്കേണ്ട അവസ്ഥ വന്നാൽ, 100 കണക്കിന് ആളുകൾക്കിടയിൽ ഒരു വിരി വിരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. എൻ്റെ ശൗചാലയം ഞാൻ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കണം. ഇങ്ങനെ അനേകം പ്രത്യേകതകളിലൂടെ ജീവിച്ച നമുക്ക് ഒരു മാറ്റം ഉൾക്കൊള്ളുവാൻ പറ്റാത്തതിൻ്റെ കാരണം തീർച്ചയായിട്ടും മറ്റു ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ മടിയാണ്. ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നു ചേർന്നാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. ഇവിടെയാണ് ലക്ഷ്മണൻ കാണിക്കുന്നത്. രാജകുമാരൻ, അയോധ്യയിലെ സർവ്വസുഖങ്ങളും അനുഭവിച്ച് ജീവിച്ചവൻ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ, സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങുന്നവൻ, ജ്യേഷ്ഠനെ സഹായിക്കുവാനും ജ്യേഷ്ഠന് കാവൽ നിൽക്കുവാനും വേണ്ടി ജ്യേഷ്ഠന്റെ കൂടെ അവൻ കാട്ടിലേക്ക് പോന്നു. കാട്ടിലെത്തിയാൽ കാട്ടിലെ കായ്കനികൾ ഭക്ഷിക്കണം. കായ്കനികൾ ഭക്ഷിക്കണമെങ്കിൽ മരത്തിൽ കയറാൻ പഠിക്കണം. മരത്തിൽ കയറുവാൻ പഠിക്കുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ലക്ഷ്മണന്. 14 കൊല്ലക്കാലം ഇനി ഞങ്ങൾ ജീവിക്കേണ്ടത് കാട്ടിലാണെന്ന പച്ചയായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ ഇവർ 3 പേരും തയ്യാറായി. അതുകൊണ്ട് തന്നെ കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ സന്തോഷവാന്മാരായിരുന്നു എന്നറിയുക. ജീവിതത്തിലെ മുള്ളുകളെ കിരീടങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ജീവിതം സുഖദുഃഖ സമേകൃത്വ ലാഭാലാഭവും ജയാജയോ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും മാറി മാറി വരുന്ന, പകലും രാത്രിയും എന്നതുപോലെ മാറി വരുന്ന സമ്മിശ്രങ്ങളാണ് ജീവിതം. ആ ജീവിതത്തിൽ സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയും ദുഃഖത്തിൽ മനസ്സിനെ തകർന്നു പോവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന പ്രവണതയെ നാം സമഗ്രമായിട്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ജീവിത പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു? അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ രാമായണം വായിക്കണം. രാമായണത്തിലെ ലക്ഷ്മണന്റെ ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ, അവിടെ രാമൻ ചിന്തിക്കുന്ന ഒരു ചിന്തയിലൂടെ ജീവിത പ്രതിസന്ധികളെ എങ്ങനെ പുഞ്ചിരിയോടുകൂടി തരണം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതാണ് രാമായണത്തിലെ ഈ ഭാഗം. തുടർന്ന് ഭരതൻ അവിടെ എത്തുമ്പോൾ ഭരതന്റെ പ്രതികരണം എങ്ങനെയാണ് ഭരതൻ തൻ്റെ ജ്യേഷ്ഠനെ കണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. ജയ് ശ്രീറാം.
നന്ദി, നമസ്കാരം. വന്ദേ മാതരം.